ഇതെന്നാ നീ പണിയെടുക്കുന്നേ? ഇതിന് പുഷ്പായിട്ട് അതിന് വെള്ളം നനക്കലുണ്ടാ? വെള്ളം നനക്കലുണ്ട്. എന്നിട്ട് തേച്ച് ഉണങ്ങിയിട്ട് കാണുന്നേ. ഇഷ്ടം പോലെ പയറുണ്ടായി പറിക്കുകയും ചെയ്തു. ഒരു മാസത്തോളമായി നമ്മൾ പയറ് പറിക്കും. ഈ നട്ടപാട് നല്ല ഉഷാറായിട്ട് പയറുണ്ടായി. അതെനിക്ക് അപ്പെല്ലാം കളഞ്ഞിട്ട് ഈ ഉണങ്ങിയ ചപ്പ് തേച്ചും കള, എന്നിട്ട് മരുന്നടിക്ക്. അങ്ങനെ കൊണ്ട് പിന്നെ ഇതിനാണ് കൊള്ളുക. നല്ലതായിട്ട് മരുന്നടിച്ചിട്ട് എല്ലാം അന്നേരം ഉതിർന്ന് പോവല്ലോ. ഇത് തേച്ച് കളി, എന്നിട്ട് മരുന്നടിക്കുക. എന്നാൽ രണ്ടാമത് നല്ലോണം തെക്കും. നല്ല ഉഷാറായതാ. എന്നാ ഇങ്ങനെ ആയിപ്പോയമ്മ. അത് പുഴുവന്നിട്ടായിരിക്കും. ഒരു ബണ്ടില്ലേ വരെ? വേണ്ട, ഈ ബണ്ട് വന്നു കേട്ടാ. തേച്ചു ഉണ്ടാ, അതെല്ലാം ഒന്നുമില്ല കേട്ടാ. പിന്നെ ഈ ചപ്പ് തേച്ച് ഉണങ്ങിയിട്ട് കളാം. എന്നാല് അത് നേരിട്ടിട്ട് കുമ്പളത്തിനും വരണ്ട പൂശു. കുമ്പളങ്ങ ഉണ്ടായനാ? കുമ്പളങ്ങ ഉണ്ടായില്ല, പൂത്തിട്ടുണ്ട്. ഒരുപാട് പടർന്നിട്ട് കാണുന്നുണ്ട്. ഉണ്ട്. അതെല്ലേ, കാട്ടിലെങ്ങാനും ഉണ്ടാകുമ്പോ നോക്കിയിട്ടൊന്നുമില്ല. പൂത്തു. ഇതിന്റെ ചപ്പ് വറുത്താൻ നല്ലതാണ്. ഇല്ല, നമ്മൾ ഈ മത്തനൊന്നും അങ്ങനെ നരയനല്ലാണ്ട് മത്തനൊന്നും പറ്റിയില്ല. ചപ്പ് വറുത്തിട്ട് അതിന്റെ ഉള്ളിൽ പുറത്തെ തൊലി കളയാ. നമ്മൾ നരേണ്ടതല്ലേ ഉള്ളിലെ തൊലി കളയുന്നത്. ഇത് പുറത്തെ ആ നാര് കളഞ്ഞിട്ട് മുറിച്ചിട്ടിട്ട് വറുത്താൻ നല്ല രസമുണ്ടാവും. എന്നാല് കായും ഉണ്ടാവും. അതെല്ലേ, ചപ്പ് വറച്ചാലേ കായ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ പൊളച്ചിട്ട് നോക്കണ. നമ്മൾ ഇങ്ങനെ പറിക്കലില്ല. അതെല്ലേ, നരേന്റെ ചപ്പയെ വറുത്തിട്ട് കറി വെക്കും. ഇത് ചപ്പ് നല്ലതാണ്, നല്ല സാധനമാണ് ഇത് കേട്ടോ. എന്നാല് എന്റെ ചപ്പുരേറ്റ് കളഞ്ഞിട്ട് മരുന്നടിക്കും. പിന്നെ വെറുതെ മരുന്നടിച്ചിട്ട് എന്തെന്ന് കാര്യമാണ് ഇത്? ഇങ്ങനെ വെറുതെ അടിച്ചിട്ട് നല്ല സാധനം തന്നെ അല്ലേ. ആ ചപ്പ് കളഞ്ഞിട്ട് അടിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇത് അടിച്ചിട്ട് അവിടെ ആ ചപ്പിനെല്ലാവുക. അത് ഏറ്റവും കളയേണ്ടതാ. അതിനെല്ലാം നല്ല തെമ്പ് വരുന്നുണ്ട് കേട്ടാ. ഇഷ്ടം പോലെ പയറുണ്ടായാലും ഒന്നരാടം പറിച്ച് ഞാൻ അപ്പുറം ഇപ്പുറം നമ്മൾ രണ്ടാളും കറി വെക്കുന്ന പെട്ടെന്നുണ്ട്. ഒരു ദിവസം രാവിലെ എണീക്കുന്നത് ആദ്യം കണ്ണൂട്ട് പോയാൽ അമ്മോ എന്നാ പറ്റും. അരിയും ഭസ്മം പണ്ടെല്ലാം കണ്ണുകൊണ്ടാലും അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആയിപ്പോയപ്പോ ഇത് കായ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ബണ്ട് വന്നിട്ട് തന്നെയാണ് കേട്ടോ. കായ് നല്ലോണം എന്താ പയർ നോക്കറതാ നോക്കറാ. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പയറാ കണ്ടാ. നോക്കുക കണ്ടാ, മഴക്കാണിണ്ടാവും കണ്ടാ. നല്ല പയറാണ്. പെട്ടെന്ന് ഇങ്ങനെ സുഖം കണ്ടാ. ഇത് ആ ഒരു സാധനം വന്നിട്ടാണ്. പുഴുവല്ല, ആ ബണ്ട് വന്നിട്ട് തേച്ച് തുരന്നിട്ട് ആ ബണ്ട് തുരപ്പനായത് കേട്ടാ. പൊടി കണ്ട, ഇത് ബണ്ട് തുരപ്പനാന്ന്. ആ മരുന്നടിക്കുന്നാലും വേഗം ആ ചപ്പ് തേച്ച് കളഞ്ഞിട്ട്. എന്നാൽ എനിക്ക് കൊറേ എന്നും വറക്കാം. നല്ലോണം വെള്ളം ഒഴിക്ക്. വെള്ളം രാവിലെ എപ്പോ ദിവസം ഒഴിക്കലുണ്ട്. രാവിലെ എപ്പോ ലേശം കുളിത്തന്റെ വെള്ളം പുളിപ്പിച്ചിട്ട് കുറച്ച് ഒഴിക്ക്. എന്നാലും നല്ല ഇതുണ്ടാവും. ആ കുളിത്തന്റെ വെള്ളം ഇതാക്കിട്ട് ആ ചീരിയെല്ലാം കണ്ടാ. ചീര ഒരു മെരടേ ഉള്ളൂ. അതെ അല്ലേ, ഞാൻ പൊട്ടിക്കാൻ പറ്റില്ല. വിത്തായിട്ട് ഇതിന്റെ ആണ്ട നുള്ളണോ? അരി കേട്ടിട്ട് എന്നാ വിത്തായില്ലേ? അല്ല, ആണ്ട നുള്ളി എത്ര പാടുണ്ടാവും. ഒരു പാട് വീടിയെല്ലാം കുരുവ ആണ്ട വരുമല്ലോ. അന്നേരം വിത്താവൂല ഇഷ്ടം പോലെ. വിത്താവും. അതുകൊണ്ട് പൊട്ടിക്കാണ്ട് കുഴുവരുന്നുണ്ട്. ഇതിന് ലേശം മരുന്നടിച്ചോ നീ? ലേശം എടുക്കാം. പരിക്കണ്ട, വെക്കാൻ പരിക്കണ്ട. വിത്തായില്ലേ? വിത്തായി. ഇതിന്റെ ചപ്പ് വേടിക്ക് വെത്തോ? ചപ്പ് മാത്രം പറിച്ചിട്ട് അങ്ങനെ പറിച്ചിട്ട് വിത്തില്ലാണ്ടായിപ്പോണ്ട. വിത്തലും ഉണ്ടാവും, നല്ലോണം വിത്തലും വെക്കാനുള്ളൂ. അതുകൊണ്ട് വിത്താട്ട് അടുത്തേനും ഇത് വിത്താക്കിയാൽ തന്നെ നമുക്ക് വിത്താക്കാല. നീ നിന്റെ പണി എടുത്തോ? മരുന്നടിച്ചോ? ഞാൻ ചപ്പെല്ലാം കളഞ്ഞിട്ട് ഇന്നും കളയാനുണ്ട്. പാട് ചപ്പ് ഉണ്ട്. ആ ഉണങ്ങിയ ചപ്പെല്ലാം കളഞ്ഞിട്ട് മരുന്നടിക്ക്. നല്ലോണം ഉണ്ടാവട്ടെ. എന്നിട്ട് ആ കുമ്പളത്തിന്റെ ഒന്നും ചവിട്ടി കളയല്ല. എന്നാ ഞാൻ പോയത്, ഞാനിട്ട് നിന്നാ നിന്റെ പണി അടക്കലുണ്ടാവില്ല. ആയിക്കോട്ടെ, ഞാൻ പോവാന്നാലേ.